തൃശൂർ പുത്തൂർ മൃഗശാലയിൽ മാനുകൾ കൂട്ടത്തോടെ ചത്തു. 10 മാനുകളാണ് ഇന്നലെ രാത്രി ചത്തത്. തെരുവുനായ ആക്രമണത്തിലാണ് മാനുകൾ ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. ഫസ്റ്റ് ഓൺ 24 സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, തെരുവുനായകൾ കാരണം മനുഷ്യന് ജീവിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഇതിനകത്ത് സൂവിൽ കിടക്കുന്ന മാനുകൾക്ക് നിവൃത്തിയില്ല എന്നതല്ലേ അർത്ഥം, സൂരജ്? അഷ്മി, അതിൽ ഒരു ഗുരുതരമായ സുരക്ഷാ പ്രശ്നം കൂടിയാണ് ഈ തെരുവുനായ കടിച്ചാണ് ഈ മാനുകൾ ചത്തത് എങ്കിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കാരണം അതീവ സുരക്ഷാ മേഖലയാണ്. സ്വാഭാവികമായും മാൻ മാത്രമല്ല, പല വന്യജീവികളും പാർക്കുന്ന ഒരിടത്തേക്ക് എങ്ങനെ തെരുവുനായ്ക്ക് എത്താൻ കഴിഞ്ഞു, ആ തെരുവുനായ്ക്ക് മാനിന്റെ കൂട്ടിനകത്ത് എങ്ങനെ കയറാൻ കഴിഞ്ഞു എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സുവോളജിക്കൽ പാർക്കിലെ മാനിനെ പാർപ്പിക്കുന്ന മേഖലയിൽ ഈ 10 മാനുകളെ ചത്ത നിലയിൽ കണ്ടെത്തുന്നത്. അത് തെരുവുനായ കടിച്ചാണ് എന്നുള്ളതാണ് അനൌദ്യോഗികമായുള്ള വിവരം. അത് സ്ഥിരീകരിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാകേണ്ടതുണ്ട്. ഇപ്പോൾ ഈ മേഖലയിലേക്ക് മാധ്യമങ്ങളെ ആരെയും തന്നെ പ്രവേശിപ്പിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ സൂവിന്റെ നടത്തിപ്പുകാരെ എല്ലാം തന്നെ മാധ്യമപ്രവർത്തകരടക്കം ബന്ധപ്പെട്ടെങ്കിൽ പോലും അവർ ഈ വിഷയത്തിൽ ഇതുവരെയും ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് കൂടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതീവ സുരക്ഷിത മേഖലയിലാണ് ഇപ്പോൾ ഈ തെരുവുനായ കയറുകയും ഈ 10 മാനുകളെ കടിച്ചു കൊല്ലുകയും ചെയ്തത്. ഈ തെരുവുനായ്ക്ക് ഏതെങ്കിലും തരത്തിൽ പേവിഷബാധയോ മറ്റോ ഉണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കേണ്ടത് ഔദ്യോഗികമായി തന്നെ ഈ സുഅധികൃതരാണ്. അവരുടെ പ്രതികരണത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ആകട്ടെ ഇതിൽ ഒരു രാഷ്ട്രീയ ആരോപണവുമായി രംഗത്തെത്തുകയാണ്. കോൺഗ്രസ് നേതാവ് ഷാജി കോടങ്കണ്ടത്ത് പറയുന്നത് ഇപ്പോൾ ഇതിന്റെ ഈ നിർമ്മാണ പ്രവൃത്തികൾ പോലും പൂർത്തിയാകാതെ ഉദ്ഘാടനം നടത്തിക്കൊണ്ട് ഇടതുപക്ഷം ഒരു രാഷ്ട്രീയ പ്രഹസനമാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ നടത്തിയത്. അതിന്റെ അനന്തര ഫലങ്ങളാണ് ഈ സുവോളജിക്കൽ പാർക്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് ഇത് സംബന്ധിച്ച് ഉയർത്തുന്ന ആരോപണം. 10 മാനുകൾ ചത്തിരിക്കുന്നു. അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടി പൂർത്തിയായാലാണ് എന്താണ് ഈ മരണകാരണം എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. കാശ്മീർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.